അമിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷുവാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ന് വിഷുവായിട്ട് എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, കാര്യങ്ങൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം കാണേണ്ടത് അല്ലെങ്കിൽ ആദ്യം കൈനീട്ടം കൊടുക്കേണ്ടതും സ്വന്തം അമ്മയ്ക്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നത് എൻ്റെ അമ്മേനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആരും തന്നെ എൻ്റെ വീട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടും എൻ്റെ സ്കൂളും അതുപോലെ തന്നെ അവിടുത്തെ പരിസരങ്ങളും പ്രാവച്ചമ്പലം എന്ന സ്ഥലത്തിൻ്റെ ഒരു ദൃശ്യം തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓരോ കാഴ്ചകളും കാണാം. ഓക്കെ, ബാ. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മ. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ എപ്പോഴും അമ്മ തന്നെയാണ് എന്നെ ഇങ്ങനെ വളർത്തി എന്നെ ഇതുവരെ ആക്കിയതും എനിക്ക് ഇത്രയും പ്രോത്സാഹനം തരുന്നതും. ഏതൊരു മക്കൾക്കും അവരുടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മമാര് തന്നെയാണ്. ഞാൻ എൻ്റെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളെല്ലാം എൻ്റെ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എപ്പോഴും അത് സ്നേഹമാണ്. എപ്പോഴും അമ്മ അമ്പലത്തിൽ പോയിരുന്നാ? ഏതമ്പലത്തിൽ പോയേ? ഗണപതി പള്ളി പോയാ? അപ്പൊ നമുക്ക് കൈനീട്ടം കൊടുക്കുകയാണ്. ഓക്കെ, അമ്മ അനുഗ്രഹം. വീട്ടിൽ വരാന്ന് പറഞ്ഞിരുന്നേണ്, അതൊരു കാര്യമുണ്ട് കേട്ടോ. വീട്ടിൽ പോകാന്ന് പറഞ്ഞിരുന്നപ്പോൾ വീട്ടില് പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പല വീടുകളിലും നമ്മളെ പോലെയുള്ള കുറേ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വീട്ടുകാരുണ്ട്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ ബന്ധുക്കൾക്കും കുറേ പേർക്കൊന്നും പ്രശ്നം. പക്ഷെ എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പോഴും എന്നോടുള്ള ഒരു ദേഷ്യവും അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ഇതല്ലെങ്കിലും എന്നാൽ പോലും ചുമ്മാ ഉള്ള പ്രശ്നങ്ങൾ വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇപ്പോൾ വീട്ടിൽ പോകാതെ വീട്ടിൽ വഴിയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇതൊക്കെ മാറുന്നൊരു സമയം വരും. ഹായ്, ഹാപ്പി വിഷു. സുഖമാണോ? അമ്മയും മോളും. അപ്പൊ ആ ഒരു പ്രശ്നം കണ്ടിട്ടാണ് വീട്ടിൽ പോകാതെ വഴിയിൽ വെച്ച് കാണേണ്ട ഒരു അവസ്ഥ. ഇതൊക്കെ മാറും അല്ലേ അമ്മ? എല്ലാം മാറി മാറി വരുമെന്ന് അമ്മ പറഞ്ഞുണ്ടോ? വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അമ്മയുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യവും സ്നേഹവും ഇതൊക്കെ. ഏത് അമ്പലത്തിൽ പോയിന്ന് പറ? ഇവിടുത്തെ ഗണയോല്ല. ഞാൻ പണ്ട് കൊച്ചിൽ എപ്പോഴും പോകുന്ന അമ്പലമാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞ് കേട്ടാ, അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കണം, എൻ്റെ പഠിച്ച സ്കൂള് കാണിക്കണം, വീട് കാണിക്കണമെന്നാണ് പറഞ്ഞ കേട്ടാ. വീട് കാണാൻ എന്തെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. ഇന്നിപ്പോ കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അമ്മയെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ മാക്സിമം കാണാറുണ്ട്. അപ്പൊ ഇന്ന് ബ്ലോഗിലൂടെ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എൻ്റെ അമ്മ ഇതാണ്, അംബികയാണ് അമ്മയുടെ പേര്. ദൈവഭക്തയാണ്, ഒരുപാട് ഭഗവാനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അമ്മ ഏറ്റവും കൂടുതൽ ലോകത്ത് ഇഷ്ടപ്പെടുന്നത് ആരെയമ്മ? വെള്ളായണി ദേവി. ഓക്കെ, മക്കള് 3 പേരും ഒരുപോലെയാണ് അല്ലേ? എന്നാലും ഇച്ചിരി സ്നേഹം ഞാൻ മൂത്ത ആളായതുകൊണ്ട് എൻ്റെ അടുത്ത് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. കുഴപ്പമില്ല, 3 പേരെ ഒരുപോലെ സ്നേഹിക്കണമെന്നാണ് എനിക്കിഷ്ടം. 3 പേരെ ഒരേപോലെ കാണണം എന്നുള്ളതാണ്. അതാണ് എനിക്കും ഇഷ്ടം. എൻ്റെ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗം എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പഴയ ഓർമ്മകളെന്ന് പറയാൻ, പണ്ട് ഞാൻ കൊച്ചിലെ പഠിക്കുമ്പോഴൊക്കെ, ഇതിപ്പോ ഇവിടെ ഭയങ്കര ഡെവലപ്മെന്റ് ആയിപ്പോയി. ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കിക്കോ, ഒന്ന് കാണിച്ചേ, ഭയങ്കര ഡെവലപ്പ് ആയിപ്പോയി. പക്ഷെ പണ്ടൊരു കുഞ്ഞു വഴിയാ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുവഴി തന്നെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അമ്മ തന്നെ കൊണ്ടുപോകണതും അമ്മ തന്നെ കൊണ്ടുവരണതും ഒക്കെ ഈ വഴി തന്നെയാണ് അല്ലേ അമ്മ?
ഇവിടെയാണ് വന്നിരിക്കുന്നത്. കളിക്കാനൊക്കെ പണ്ട് ഇവിടെ വീട്ടില് ഈ ഏറ്റവും മുകളിലത്തെ വീട്ടിൽ TV കാണാനൊക്കെ വരുമായിരുന്നു. അപ്പൊ ഇവിടെയാണ് TV കാണാനൊക്കെ വന്നിരിക്കുന്നത്. അന്ന് ഈ വീട് തന്നെ അല്ലേ? സെയിം വീട് തന്നെ, അന്നും ഇതേ വീട് തന്നെയാണ്. ഇവിടെ വന്നിരുന്നാണ് TV കാണുന്നത് ഞാൻ. പിന്നെ ഞങ്ങൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് TV ഒക്കെ വീട്ടിൽ വന്നത്. കറണ്ട് കിട്ടിയതൊക്കെ പിന്നെ ഒരുപാട് വർഷങ്ങൾ 10ൽ പഠിക്കുമ്പോൾ, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കും, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വീട്ടിൽ കറണ്ട് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ വരെ കൊച്ചിലെ 10ാം ക്ലാസ് വരെയും ഞാൻ TV കാണാൻ വേണ്ടി ഈ മതിലിൽ വന്ന് നിൽക്കും. അപ്പോൾ മതിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നതും അമ്മ തന്നെ കാണാനൊക്കെ, അല്ലേ അമ്മ? കാണാൻ കൊണ്ടുവന്ന് ഇരുത്തും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. അവിടെ നിന്നൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ഓരോ ദിവസവും മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഓർമ്മകളിലെ ഒരു ഓർമ്മയാണ് ഇപ്പം അമ്മ ആ ഒരു ഓർമ്മ ഈ സ്ഥലത്തിരുന്നത് കൊണ്ട് ആ സ്ഥലം ഞാൻ പറഞ്ഞു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് താഴോട്ടിറങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറയുന്ന ഒരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് കൈനീട്ടം കൊടുത്തു, എൻ്റെ അമ്മയെ കണ്ടു. ഇനി അടുത്ത് പോകുന്നത് സ്കൂളിലേക്കാണ്. സ്കൂളിന്റെ ഫ്രണ്ട് സ്കൂൾ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി അവിടെ പോകും. ഗവൺമെന്റ് UPS സ്കൂള് നേമം. ഇവിടെയാണ് ഞാൻ കൊച്ചിലെ പഠിച്ചു വളർന്ന എൻ്റെ സ്വന്തം സ്കൂളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ആത്മകഥയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്കൂളിനെ പറ്റിയും സ്കൂളിലെ ലൈഫിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ടീച്ചർ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇതിനകത്ത് വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ ആ കുട്ടിക്കാലത്തെ ഓർമ്മകളൊന്നും മറക്കാൻ പറ്റില്ല. കാരണം ഈ സ്കൂളൊക്കെ ഒരു ഭയങ്കര ഇതായിരുന്നു. പ്രസാദമായിരുന്ന സമയത്തുള്ള എൻ്റെ ലൈഫ് എന്ന് പറയുന്നതിനെ ഭയങ്കര ഇതായിരുന്നു. പഠിക്കുന്ന സമയത്തും സ്കൂളിലൊക്കെ മുന്നിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് തൊട്ട് 4 വരെ പഠിച്ചത് അവിടെ LPSലാണ്. ഇത് ഗവൺമെന്റ് LPS ആണ്. അതിന്റെ ഒപ്പം ചേർന്നിരിക്കുന്നതാണ് അപ്പുറത്ത് വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളാണ്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് അവിടെ. പിന്നെ തൊട്ടടുത്താണ്, വീടിന്റെ തൊട്ടടുത്താണ്, നടന്നു വന്നതിനാ പോവുകയും വരികയും ഒക്കെ ചെയ്തത്. ഇപ്പം പക്ഷെ സ്കൂള് ഭയങ്കരമായിട്ട് പുരോഗമിച്ചു കഴിഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സ്കൂളിനുള്ള അവാർഡൊക്കെ മേടിക്കുകയും ഏറ്റവും പ്രഥമ അധ്യാപികയ്ക്കുള്ള അവാർഡൊക്കെ മേടിച്ച സ്കൂളാണ് നേമം ഗവൺമെന്റ് UPS സ്കൂള്. ആ സ്കൂളിൽ പഠിക്കാൻ പറ്റിയതിന് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാനെന്ന വ്യക്തി ഇന്ന് ഇതുവരെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഇതുവരെ എന്ന് പറഞ്ഞാൽ ഏതുവരെയെന്ന് അറിയില്ല, അതെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നാൽ ഒരു എഴുത്തുകാരിയും ഒരു അഭിനേത്രിയും ഒരു മോഡലും അതുപോലെ തന്നെ ഇത്രയും പഠിക്കാനൊക്കെ പറ്റിയതും ഈ ഒരു സ്കൂളിലെ കുട്ടിക്കാലത്തെ പഠിത്തമാണല്ലോ നമ്മളെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ അടിത്തറ ഇട്ടത് ഇവിടെയാണ്, ഈ സ്കൂളിലാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഏറ്റവും ഭയങ്കര ഒരു ഓർമ്മയാണ് സ്കൂള്. ഭയങ്കര സന്തോഷം. എന്റെ വീട്ടിലെയും ലൈഫുകളെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നിപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. അമയാസ് വേൾഡ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ബൈ ബൈ.